എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിന്റെ മൊഡ്യൂൾ 3 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്. അതിനകത്ത് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആ സെക്ഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇവിടെ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാ വീഡിയോസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. MAT 101 റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ റിവിഷനിൽ ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മൊഡ്യൂൾ വൈസ് വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഡബിൾ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഇന്റഗ്രൽ ഉണ്ടാവും. A to B ഇന്റഗ്രൽ സം g1 of x to g2 of x f of x y dy dx ഇങ്ങനൊരു ഇന്റഗ്രൽ ഉണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ കോൺസ്റ്റന്റ് ലിമിറ്റ് എക്സിന്റെ ആണ് എന്നും ഈ വാരിയബിൾ ലിമിറ്റ് വൈന്റെ ആണെന്നും. എക്സിന്റെ ലിമിറ്റ് A to B യും വൈന്റെ ലിമിറ്റ് g1 of x to g2 of x. അപ്പോൾ വൈയുടെ ലിമിറ്റ് വാരിയബിളിലാണ് നമുക്ക് തന്നിട്ടുള്ളത്, എക്സിന്റെ ലിമിറ്റ് കോൺസ്റ്റന്റിലാണ് തന്നിട്ടുള്ളത്. ആ ഓർഡർ ആണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. എക്സിന് വാരിയബിൾ ലിമിറ്റും വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റും കൊടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫംഗ്ഷനെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതണം എന്നർത്ഥം. y ഫ്രം സം c to d ആൻഡ് ഇന്റഗ്രൽ x ഫ്രം സം h1 of y to h2 of y f of xy dx dy എന്ന് എഴുതണം, dy dxന് പകരം. ഓക്കെ, ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ എഴുതാം. അപ്പോൾ ഒരു ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എക്സ് വാരിയബിൾ, അതിന് നമ്മൾ കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുത്ത് വൈ വാരിയബിളിന് വാരിയബിൾ ലിമിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് എക്സിന് വാരിയബിൾ ലിമിറ്റും വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റും കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. ഇത് രണ്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫിഗർ വരച്ചിട്ടും ചെയ്യും, ഫിഗർ വരയ്ക്കാതെയും ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x square dx dy by reversing the order of integration. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതാം. ഇന്റഗ്രൽ ഇവിടെ നോക്കിയിട്ട് ലിമിറ്റ് ചെയ്തിന്റെ ആണോ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. വൈന്റെ ലിമിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. y ഫ്രം 0 to 2 ഇന്റഗ്രൽ x ഫ്രം y/2 to 1 e raised to x square dx dy. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ? ബൈ റിവേഴ്സിംഗ് ഇറ്റ്സ് ഓർഡർ. ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിലെ ലിമിറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി വെക്കാം. എങ്ങനെയാണ് ലിമിറ്റുകൾ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആണ് നമ്മൾ എഴുതുന്നത്. ലോവർ ലിമിറ്റ് ആദ്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 2 ആണ് അല്ലെ. അതുപോലെ എക്സിന്റെ ലിമിറ്റ് നമ്മളപ്പോൾ ഇവിടെ എഴുതും. എക്സിന്റെ ലിമിറ്റ് എക്സ് ഫ്രം y/2 നിന്ന് എക്സ് ഈക്വൽ ടു 1 അപ്പർ ലിമിറ്റ് ഉള്ളത് അല്ലെ. ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഫിഗർ വരയ്ക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ് പറ്റുക? എല്ലാ കേസുകളിലൊന്നും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് മനസ്സിലാക്കുക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് ഇവിടെ ലിമിറ്റുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന രണ്ട് വാരിയബിളും കൂടെ വരുന്ന ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. എക്സ് ഈക്വൽ ടു y/2 എന്ന് പറയുന്ന ഇക്വേഷൻ. അങ്ങനെ ഒരു ഇക്വേഷൻ മാത്രമേ ഈ എക്സും വൈയും കണക്ട് ചെയ്തിട്ട് വരുന്നുള്ളൂ എങ്കിൽ അവിടെ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ അഗെയിൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇവിടെ എഴുതും. ഇനി ഇപ്പോ വൈക്കാണ് കോൺസ്റ്റന്റ് ലിമിറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്തിനാണ് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുന്നത്? എക്സിനാണ് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ ലോവർ ലിമിറ്റ് എക്സ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് എക്സ് ഈക്വൽ ടു അത് നമ്മളിവിടെ എഴുതും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഇക്വേഷനേ ഉണ്ടാവുള്ളൂ ഈ കേസിൽ നമ്മൾ പറഞ്ഞു. ആ കേസിലെ എക്സിന്റെ വാല്യൂ ലോവർ ലിമിറ്റുകൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വൈക്ക് വരുന്ന ലോവർ ലിമിറ്റ് എന്താണോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനകത്ത് വൈക്ക് വരുന്ന ലോവർ ലിമിറ്റ് എന്താ, 0 അല്ലേ. ആ 0 ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു 0/2 എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും അല്ലെ. അതുപോലെ
വൈക്ക് വരുന്ന അപ്പർ ലിമിറ്റ് 2 ആണ്. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 2/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? വൈയുടെ ലോവർ ലിമിറ്റ് എടുത്ത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എക്സിന്റെ ലോവർ ലിമിറ്റ് ഇവിടെ എഴുതുക. y ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സിന്റെ അപ്പർ ലിമിറ്റ് നമ്മൾ ഇവിടെ എഴുതും. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഇക്വേഷൻ ഒറിജിനൽ ക്വസ്റ്റ്യന്റെ ലോവർ ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇപ്പൊ മാറ്റി എഴുതുന്ന ആ ഒരു ഇക്വേഷന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കണം. ഇനി അപ്പർ ലിമിറ്റ് ആണ് ക്വസ്റ്റ്യനിലെങ്കിൽ നമ്മൾ എടുക്കുന്നത് ലോവർ ലിമിറ്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളതിൽ ലോവർ ലിമിറ്റ് ആണ് എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അത് നമ്മൾ ഇനി എന്താക്കി മാറ്റും? വൈന്റെ അപ്പർ ലിമിറ്റ് ആക്കി മാറ്റും. അപ്പറിലേക്കാണ് മാറ്റേണ്ടത്, ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് y ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? നമുക്ക് നോക്കിക്കേ, y ഈക്വൽ ടു 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2x എന്ന് എഴുതാൻ പറ്റുമല്ലോ. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ അപ്പർ ലിമിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് എഴുതുമ്പോൾ ലോവർ ലിമിറ്റ് ആണ്. ഇവിടെ ലോവർ ലിമിറ്റ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ അത് നേരെ അപ്പർ ലിമിറ്റ് ആയിട്ട് മാറൂട്ടോ. അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് വൈയുടെ അപ്പർ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തും കൂടെ വേണം? വൈയുടെ ലോവർ ലിമിറ്റും കൂടെ വേണം. അത് നമ്മൾ ഇതിനകത്ത് നിന്ന് വൈയുടെ ലോവർ ലിമിറ്റ് ഏതാണോ അത് എഴുതിയാൽ മതി. നമ്മൾ ഇപ്പോൾ വൈക്ക് അപ്പർ ലിമിറ്റ് കൊടുത്തു. വൈക്ക് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇക്വേഷൻ എടുത്തിട്ട്, എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുത്തിട്ട് വൈയുടെ ഇക്വേഷൻ ആക്കി മാറ്റി. അത് ഇവിടെ ലോവർ ലിമിറ്റിലായതുകൊണ്ട് ഇപ്പുറത്ത് പുതിയതിൽ അപ്പർ ലിമിറ്റ് ആക്കി നമ്മൾ എഴുതി. അങ്ങനെ y ഈക്വൽ ടു 2x കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ വേണം? ലോവർ ലിമിറ്റ് ഓഫ് y വേണം. ഇതിന്റെ ലോവർ ലിമിറ്റ് ഓഫ് y അതാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. ഈ ലോവർ ലിമിറ്റ് ഓഫ് y എന്താ വരിക? 0 ആണ് വരിക, അല്ലെ? അപ്പോൾ ലോവർ ലിമിറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി പുതിയ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ x ഫ്രം 0 to 1, y ഫ്രം 0 to 2x. ഇത് ലോവർ ലിമിറ്റ് ആണ് കേട്ടോ. y ഈക്വൽ ടു 0 ലോവർ ലിമിറ്റ്, y ഈക്വൽ ടു 2x അപ്പർ ലിമിറ്റ്. y ഫ്രം 0 to 2x e raised to x square dy dx എന്ന് നമ്മൾ എഴുതും. dy dx എഴുതണം. ഇവിടെ dx ഇവിടെ dy ആയിട്ട് മാറ്റി എഴുതാം. dx dy എന്നുള്ളത് dy dx ആയിട്ട് എഴുതാം. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ. ഇന്റഗ്രൽ x ഫ്രം 0 to 1. ഇവിടെ വൈയിലാണ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ e raised to x square കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനോട് പുറത്തേക്ക് എടുക്കുക. e raised to x square into ഇന്റഗ്രൽ y ഫ്രം 0 to 1, 0 to 2x ഒന്നല്ല 2x dy into dx. Okay, that is equal to integral 0 to 1 e raised to x square into dy integral y ആണ് from 0 to 2x dx. Okay, that is. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 2x എന്ന് വരും അല്ലേ? ഈ വൈക്ക് പകരം ഇക്വേഷൻ ഇങ്ങനെ മാറും. ഇന്റഗ്രൽ x ഫ്രം 0 to 1 e raised to x square into yക്ക് പകരം നമ്മൾ 2x കൊടുക്കും. അപ്പോൾ 2x into dx. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലാണ്. കാരണം e raised to x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2x. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ കിട്ടും കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ t ഈക്വൽ ടു x സ്ക്വയർ എന്ന് കൊടുക്കും. അപ്പോൾ dt എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2x dx വരും. ആ 2x dx ഇവിടെ കൊടുക്കണം. ഇനി ലിമിറ്റും കൂടെ മാറ്റി കഴിഞ്ഞാൽ x 0 ആണെങ്കിൽ t എന്തായിരിക്കും? t 0 ആയിരിക്കും. x 1 ആണെങ്കിൽ t യും എന്തായിരിക്കും? 1 ആയിരിക്കും, അല്ലെ? ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയേ. ഇന്റഗ്രൽ t ഫ്രം 0 to 1 e raised to t, x സ്ക്വയറിന് പകരം t കൊടുത്തു. പിന്നെ 2x dx പകരം dt യും കൊടുത്തു. ഇനി ഇതിന്റെ ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to t തന്നെ വരും ഫ്രം 0 to 1, അല്ലെ? ലിമിറ്റ് tക്ക് 0 to 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ e raised to 1 മൈനസ് e raised to 0 എന്ന് വരും. ആൻസർ വരിക e മൈനസ് 1 എന്നാണ്. ഓക്കെ, e മൈനസ് 1 എന്നാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടുക. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to infinity x to infinity e raised to minus y by y dy dx by reversing the order of integration. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇവിടെ എഴുതാം. ഇന്റഗ്രൽ x ഫ്രം 0 to infinity, എക്സിന്റെ ലിമിറ്റ് ആണ് അവസാനം കിടക്കുന്നത്. ഇന്റഗ്രൽ y ഫ്രം x to infinity e raised to minus y by y dy dx. അത് എക്സിന്റെ ലിമിറ്റ് ആണെന്ന് മനസ്സിലാവാൻ കാരണം പുറത്ത് dx ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ വാരിയബിൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്ന x to infinity, അത് എക്സിന്റെ ലിമിറ്റ് ആവാൻ സാധ്യതയില്ല. അത് എന്തിൻ്റെ ആവുള്ളൂ? വൈൻ്റെ ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത് കേട്ടോ.
ഇനി ഇതിന്റെ ഓർഡർ നമ്മൾ റിവേഴ്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എഴുതും. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ ലോവർ ലിമിറ്റ് 0 ആണ്, എക്സിന്റെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. പിന്നെ ഇവിടെ വൈന്റെ ലോവർ ലിമിറ്റ് എക്സ് ആണ്, വൈന്റെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ലോവർ ലിമിറ്റും പുതിയ അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സിന് വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുക്കുക. y ഈക്വൽ ടു എക്സ്. അതിൽ നമ്മൾ എക്സ് ആയിരുന്നു നമുക്ക് ഇവിടെ ലോവർ ലിമിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി എഴുതുമ്പോൾ y ആണ് എഴുതുന്നത് കേട്ടോ. y ഈക്വൽ ടു വൈയുടെ ലോവർ ലിമിറ്റും വൈയുടെ അപ്പർ ലിമിറ്റും നമ്മൾ എഴുതണം. വൈക്ക് ലോവർ ലിമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണോ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്താണോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ അപ്പർ ലിമിറ്റ് കിട്ടും. എക്സിന്റെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരുന്നു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ അതായി ലോവർ ലിമിറ്റുകളായി, കോൺസ്റ്റന്റ് ലിമിറ്റുകളായി. ലോവർ അപ്പർ ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റുകളായി. ഇനി വാരിയബിൾ ലിമിറ്റ് എഴുതുമ്പോൾ എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഇക്വേഷനെ നമ്മൾ അപ്പർ ലിമിറ്റ്, ഇപ്പോൾ ലോവർ ലിമിറ്റ് ആണ്, അത് പുതിയ ഇക്വേഷൻ പുതിയ ലിമിറ്റ് ആക്കി മാറ്റുമ്പോൾ അത് എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതിനെ നേരെ താഴേക്ക് അപ്പർ ലിമിറ്റ് ആയിട്ട് കൊണ്ടുവരിക. പക്ഷെ അത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതുന്നുണ്ട് കേട്ടോ, എക്സ് ഈക്വൽ ടു വൈ. ഇനി ഇവിടെ നമ്മൾ എന്തിന്റെ ലോവർ ലിമിറ്റ് എഴുതണം? എക്സിന്റെ ലോവർ ലിമിറ്റ് എഴുതണം. എക്സിന്റെ ലോവർ ലിമിറ്റ് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. ഇതിൽ ലോവർ ലിമിറ്റ് എക്സിന്റെ എന്താണ്? 0 ആണ്. അപ്പോൾ അവിടെ 0 എന്ന് എഴുതി. അപ്പോൾ പുതിയ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതാം എന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ y ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ x ഫ്രം 0 ടു y e raised to minus y divided by y into dx dy. ആദ്യം dx ആണ് എഴുതുന്നത്, കാരണം എക്സിന്റെ ലിമിറ്റ് ആണ് ഉള്ളിലുള്ളത്. അപ്പോൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് e raised to minus y by y നമ്മൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ y ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus y by y അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇന്റഗ്രൽ x ഫ്രം 0 ടു y dx നെ മാത്രമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പുറത്തൊരു dy കൂടെ ഉണ്ടാവും. ഓക്കെ, that is this is equal to integral y from 0 to infinity e raised to minus y by y into dx ന്റെ ഇന്റഗ്രൽ എന്താ വരിക? x എന്നാണ് വരിക. അതിന്റെ ലിമിറ്റ് 0 to y ആണ് നമ്മൾ കൊടുക്കേണ്ടത്, dy. That is equal to integral y from 0 to infinity e raised to minus y by y. ഈ y എക്സിന് പകരം ലിമിറ്റ് കൊടുക്കുക. എക്സിന്റെ അപ്പർ ലിമിറ്റ് y ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല. അപ്പൊ y dy വരും. ഈ yയും ഈ yയും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഫൈനലി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ഇന്റഗ്രൽ y ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus y dy മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഈ y കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. e raised to minus y ഇന്റഗ്രൽ എന്താ? e raised to minus y by minus 1 ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരുന്ന സമയത്ത് നേരിട്ട് ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറയും. ലിമിറ്റിംഗ് കേസിലാണ് ഇത് എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് നേരിട്ട് എഴുതാം, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ആകെ 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണിത്. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് 0 ആണ് കേട്ടോ. പിന്നെ അടുത്തത് മൈനസ്, ഇവിടെ മൈനസ് പിന്നെയുണ്ട്, മൈനസ് ഇ റേസ് ടു 0 അല്ലെ, ഇത്രയാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 0 വന്നു, ഇത് മൈനസ് മൈനസ് കൊണ്ട് പ്ലസ് വരും. ഇ റേസ് ടു 0 എന്ന ആൻസർ കിട്ടും. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് 0 ആണ് എന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പക്ഷെ ഇത് ഡയറക്റ്റ് എഴുതാൻ പാടില്ല എന്നൊക്കെയാണ് പറയാം. ലിമിറ്റിംഗ് കേസിലാണ് എഴുതാൻ പാടുള്ളൂ. ലിമിറ്റ് y ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് y എന്ന് പറയുന്നതാണ് 0 എന്നൊക്കെയാണ് എഴുതാൻ പാടുള്ളൂ എന്നാണ് പറയാം. പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയാൽ മതി, അതുകൊണ്ട് നമ്മൾ 0 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ എന്താ ചെയ്തേക്കണേ? നമ്മളിവിടെ x ഫ്രം 0 ടു ഇൻഫിനിറ്റി, y ഫ്രം x ടു ഇൻഫിനിറ്റി e raised to minus y by y dy dx ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ അതിന്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റുകളൊക്കെ എഴുതി ഇവിടെ. എന്നിട്ട് പുതിയ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൺസ്ട്രക്ട് ചെയ്തു. പുതിയ ലോവർ ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ എന്തിലേക്ക് മാറ്റി? വൈയിലേക്ക് മാറ്റി. അപ്പോൾ വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനിൽ നമ്മൾ എക്സിന്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുത്തു, വൈക്ക് 0 നമുക്ക് ലോവർ ലിമിറ്റ് കിട്ടി. ഇനി എക്സിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തപ്പോൾ വൈയുടെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി നമുക്ക് കിട്ടി. അപ്പോൾ വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റുകളായി. ഇനി വാരിയബിൾ ലിമിറ്റ് കൊടുക്കുന്നത് നമ്മൾ എക്സിലാണ്.
അപ്പോൾ എക്സും വൈയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ന് നമുക്ക് എഴുതണം. അത് ഇവിടെ പുതിയ ലിമിറ്റ് ലോവറോ അല്ലെങ്കിൽ അപ്പറോ ആയിരിക്കും. അതെങ്ങനെയാണ്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ അത് ലോവർ ലിമിറ്റ് ആണെങ്കിൽ പുതിയ മാറ്റുന്നതിൽ അത് അപ്പർ ആയിരിക്കും. ഇനി ഇവിടെ അപ്പർ ആണെങ്കിൽ ഇത് ലോവർ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ലോവർ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അതിനെ അപ്പറാക്കി മാറ്റി എഴുതി. എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതി. ഇനി എക്സിന്റെ ലോവർ ലിമിറ്റ് വേണം നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് എഴുതാം. എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്ത് തിരിച്ചെഴുതി സിംപ്ലിഫൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിക്കാം. ഇന്റഗ്രൽ എക്സ് ഫ്രം 0 to 1, ഇന്റഗ്രൽ വൈ ഫ്രം എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്, y dy dx. Evaluate by changing the order of integration. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ആ ലിമിറ്റുകൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യുക. ലിമിറ്റ് നോക്കണം. അത് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. ഇതാണ് ലിമിറ്റ്. അപ്പൊ ഇവിടെ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ലിമിറ്റ് ലോവർ അപ്പർ എഴുതിയ സമയത്ത് ഈ വൈയുടെ വാരിയബിൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്ന വൈയിൽ 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാം അല്ലെ? എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന 2 ഇക്വേഷൻസ് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ സാധനം നമുക്ക് എന്തെങ്കിലും നടക്കില്ല. ഇപ്പൊ പറഞ്ഞ മെത്തേഡിൽ, അതായത് എക്സിനും വൈനും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉള്ളുവെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഫിഗർ വരയ്ക്കാണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഈ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഫിഗർ വരയ്ക്കേണ്ടി വരും. ഫിഗർ വരയ്ക്കുമ്പോൾ ഫിഗേഴ്സ് നിങ്ങൾക്ക് അറിയണം. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതാ വൈ ആക്സിസ് ആണ് അല്ലെ? എക്സ് ഈക്വൽ ടു 0 ഇതാണ് വൈ ആക്സിസ്. ഇനി എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. എക്സ് ഈക്വൽ ടു 1 ഇത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇത്. ഇനി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. ഇത് എങ്ങനെ പാസ് ചെയ്യുന്ന ഒരു പരാബോളയാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോളയാണ്. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോള അത് ഇങ്ങനെയാണ്. ഇതാണ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോള. അപ്പോൾ നമ്മുടെ റീജിയൻ എന്തായിരിക്കും? ഈ കാണുന്ന റീജിയൻ. ഈ റീജിയനിലാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലിമിറ്റ് കോൺസ്റ്റന്റ് എക്സിനും വാരിയബിൾ വൈക്കുമാണ്. അത് നമ്മൾ തിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വേണം. അതിപ്പോൾ എക്സ് കോർഡിനേറ്റ് 1 ആണ്. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1 ആയിരിക്കും ഈ പോയിന്റ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എക്സിന്റെ ലിമിറ്റ് ഇപ്പോൾ കോൺസ്റ്റന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈക്കാണ് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വൈ ഫ്രം 0 to 1 തന്നെ ആയിരിക്കും. കാരണം ഇതിൽ ഈ ഒരു റീജിയനിൽ വൈയുടെ ഏറ്റവും ചെറിയ വാല്യൂ 0യിൽ നിന്ന് തുടങ്ങും. വൈയുടെ ഏറ്റവും വലിയ വാല്യൂ 1ലാണ് അവസാനിക്കുക. അത് ഓക്കെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ഒരു സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യണം. എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണ് അവസാനിക്കുന്നത്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിലാണ് അവസാനിക്കുന്നത്. അതായത് എക്സ് ഈക്വൽ ടു റൂട്ട് വൈയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ ആണ്. അപ്പോൾ പുതിയ ഇന്റഗ്രൽ എങ്ങനെയാണ് എഴുതാൻ പറ്റുക നമുക്ക്? ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് വൈ ഫ്രം 0 to 1, ഇന്റഗ്രൽ എക്സിന് വാരിയബിൾ ലിമിറ്റ് എക്സ് ഫ്രം വൈ സ്ക്വയർ ടു റൂട്ട് വൈ. വൈ ഡി വൈ ഉണ്ടായിരുന്നത് എന്താക്കി മാറ്റണം? ഡി എക്സ് ഡി വൈ ആക്കി മാറ്റണം. ഈ വൈനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ വൈ ഫ്രം 0 to 1 വൈ ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം വൈ സ്ക്വയർ ടു റൂട്ട് വൈ ഡി വൈ, സോറി ഡി എക്സ് ഡി വൈ അല്ലെ? ഡി എക്സ് ഡി വൈ കേട്ടോ, ഡി വൈ ഡി എക്സ് അല്ല, ഡി എക്സ് ഡി വൈ. ആദ്യം എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഇന്റഗ്രൽ വൈ ഫ്രം 0 to 1 വൈ ഇൻറ്റു എക്സ് ആണ് കിട്ടുക. അതിന് ലിമിറ്റ് കൊടുക്കണം നമ്മൾ വൈ സ്ക്വയർ മുതൽ റൂട്ട് വൈ വരെ. ഇനി അത് ഡി വൈ ബാക്കി ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ ഫ്രം 0 to 1 വൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് ആയിട്ട് റൂട്ട് വൈ ആണ് കൊടുക്കുന്നത്, മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ട് വൈ സ്ക്വയറും കൊടുക്കും, ഡി വൈ. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വൈ നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ. കാൽക്കുലേറ്റർ ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. വൈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ ഇൻറ്റു റൂട്ട് വൈ മൈനസ് വൈ ക്യൂബ് ഡി വൈ എന്ന് വരും. അതായത് വൈ ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു
1 plus 1 by 2, y raised to 3 by 2 വരും. y raised to 3 by 2 minus y cube. ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? y raised to 3 by 2 ഇൻറ്റഗ്രൽ 3 by 2 plus 1 by 3 by 2 plus 1 മൈനസ് y cube ആണ് അവിടെ ഉള്ളത്. അപ്പോൾ y raised to 4 by 4 ഫ്രം 0 to 1 എന്ന് കിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. 1 ആണ് കൊടുക്കേണ്ടത്. 1 by 3 by 2 plus 1 minus 1 by 4. ലോവർ ലിമിറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് 0 ആയി പോകും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 1 by ഇത് 5 by 2 ആണ് മൈനസ് 1 by 4. ആ 2 മുകളിലേക്ക് പോകും. 2 by 5 മൈനസ് 1 by 4 വരും. ദാറ്റ് ഈസ് ക്രോസ് ചെയ്ത് LCM എടുത്തിട്ട് ആൻസർ എഴുതുമ്പോൾ 8 മൈനസ് 5 by 20 എന്ന് വരും. അതായത് 3 by 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്.